എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറിയാണ്. അതായത് മത്തനും തക്കാളിയും മാത്രം വെച്ചിട്ടുള്ള ഒഴിച്ചുകറി. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തണേ. കൂടെ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് തക്കാളിയും മത്തനും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് മുഴുവൻ നമ്മൾക്ക് ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഒരു 1/2 കിലോ അളവിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു അരമുറി നാളികേരം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയതിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 6-7 വെള്ളുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂണ് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 സ്പൂൺ അളവിൽ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പോൾ അതിൻ്റെ അരവിൻ്റെ പാവമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലെ ഈ കറി വെക്കുന്ന സമയത്ത് വെള്ളുള്ളി, ജീരകം, കുരുമുളക് ഇതെല്ലാം അരച്ചെന്നെ ചേർക്കണേ. അപ്പോഴാണ് അതിൻ്റെ കറിൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 300 ഗ്രാം മത്തൻ ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 1 സ്പൂണ് മുളക് പൊടി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഇതിലേക്ക് മുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി പൊടിയായി അരിഞ്ഞത് നിർബന്ധമായിട്ടും ചേർക്കുക. അത് കടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഒരു 5 പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ചേർത്ത് ഇതുപോലെ വെള്ളം ഒഴിക്കുക. അതായത് കഷ്ണത്തിനൊപ്പം നിൽക്കുന്ന മാതിരി വെള്ളം ഒഴിച്ചാൽ മതി. കാരണം ഇതിൽ അധികം വേവൊന്നുമില്ലല്ലോ മത്തൻ, നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്നിട്ട് ഒരു 6-7 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അല്ലേ 6-7 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മൾ മത്തനൊക്കെ ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിൽ ഒരു 3 തക്കാളി ചേർത്ത് കൊടുക്കാനുണ്ട്, ചെറുതായി അരിഞ്ഞത്. അതായത് ഒരു 200 ഗ്രാം തക്കാളി ഉണ്ടാവും. അപ്പോൾ 300 ഗ്രാം മത്തനും 200 ഗ്രാം തക്കാളിയും. അപ്പോൾ എല്ലാ വീട്ടമ്മമാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. തക്കാളി ഇട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി നമ്മൾക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തക്കാളി ഒരുവിധം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. മത്തനൊക്കെ ശരിക്കും ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നേരത്തെ അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മിക്സിയുടെ ജാറ് കഴുകി ഒഴിച്ച തേങ്ങയും കൂടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങ അരയ്ക്കുന്ന സമയത്ത് വെള്ളുള്ളി, ജീരകം, കുരുമുളക് ഇത് 3 ചേർത്ത് അരച്ചിട്ട് ഈ മത്തനും തക്കാളിയും കറി വെച്ചാലുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ. കാരണം ആ മത്തൻ്റെ മധുരവും തക്കാളിയുടെ പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അല്ലേ കറി നല്ലപോലെ തിളച്ച് വരുമ്പോൾ ഇതേ പരുവത്തിൽ ആവണം. കുറുകിയ മാതിരി തന്നെ ഉണ്ടാവും. ഒരുപാട് കുറുകൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ മുളക് പൊടി 1 സ്പൂണും പിന്നെ കുരുമുളകും പച്ചമുളകും എല്ലാം ചേർത്തുകൊണ്ട് നല്ലൊരു എരിവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. കാരണം മത്തനും തക്കാളിയാണ് അതിൻ്റെ രുചി നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നല്ല എരിവ് ചേർത്തിട്ട് ചെയ്യുക. പിന്നെ കുരുമുളക്, വെള്ളുള്ളി, ജീരകം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കി വയ്ക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു വറവാണ്. അതിനായിട്ടൊരു പാത്രം ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സ്പൂണാണ്. എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു 1/2 സ്പൂണ് കടുകിട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ഞാനിവിടെ ഒരു 5-6 ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളി നല്ലപോലെ മൂത്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ ആ കറിയുടെ മണമൊക്കെ. അപ്പോൾ ചുവന്നുള്ളി ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തണ്ട് കരിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ചേർക്കുക. ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കറി അല്ലെങ്കിൽ മത്തനും തക്കാളിയും തേങ്ങ ഉണ്ടെങ്കിൽ മാത്രം നടക്കും. തേങ്ങ ചിരവാനുള്ളൊരു പണി മാത്രമേ നമുക്കിതിലുള്ളൂ. ഇതിനി നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 6-7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു മണം, നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടിപൊളി ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഇനി നമ്മൾക്ക് അതിൻ്റെ കൂടെ ഒരു മുട്ട പൊരിച്ചതും കൂടി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായി. എത്ര പെട്ടെന്ന് കഴിയും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.